മെഡിക്കൽ സയൻസിലെ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ടെസ്റ്റാണ് ECG. ECGയെക്കുറിച്ച് നമ്മളിൽ ഭൂരിപക്ഷം ആളുകൾക്കുമുള്ള ധാരണ വളരെയധികം വികലമാണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും അബദ്ധത്തിൽ ചാടുന്നത് ഞാൻ ഡെയിലി കാണാറുണ്ട്. ഈ അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ECGയുടെ യഥാർത്ഥ ഉപയോഗം എന്താണെന്നുള്ളതും ഹാർട്ടിൻ്റെതല്ലാത്ത കാര്യങ്ങൾക്ക് ECG ഉപയോഗിക്കാമെന്നുള്ളതും മിസ്റ്റേക്കുകൾ വരുത്താതെ എങ്ങനെ കറക്റ്റായിട്ടൊരു ഡയഗ്നോസിൽ എത്താമെന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ECG എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലെ വൈദ്യുതിയെക്കുറിച്ച് മനസ്സിലാക്കി തരുന്ന ഒരു സിമ്പിൾ ടെസ്റ്റ് മാത്രമാണ്. നമ്മൾ ഒരു വീടിന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന വിചാരിക്കുക. അപ്പോൾ ആ വീട്ടിനകത്തുനിന്ന് നല്ലൊരു ടേപ്പ് റിക്കാർഡർ വഴി ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. ഇടയ്ക്ക് ആ പാട്ട് കൂടിയും കുറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും വീട്ടിനകത്തെ വോൾട്ടേജ് കൂടുക കുറയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതല്ലാതെ വീട്ടിനകത്തെ പൈപ്പിൽ വെള്ളം വരുന്നുണ്ടോ, പൈപ്പിലെ വെള്ളം ബ്ലോക്ക് ആയിട്ടുണ്ടോ എന്നുള്ളതൊന്നും മ്യൂസിക് കേട്ടാൽ നമുക്ക് മനസ്സിലാവില്ല. അതുപോലെയാണ് ECG ഹൃദയത്തിലെ കറണ്ടിനെ കുറിച്ച് മാത്രമാണ് നമുക്ക് പറഞ്ഞുതരാം. അതല്ലാതെ ഹാർട്ടിനകത്തെ പൈപ്പില് രക്തധമനികളിൽ ബ്ലോക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് ECGയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കില്ല. പലപ്പോഴും 90-99% ബ്ലോക്കുള്ള വ്യക്തികൾക്ക് പോലും ECG മുഴുവനായിട്ട് നോർമലായിരിക്കും. അറ്റാക്ക് സംഭവിക്കുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് പോലും ECG നോർമലായിരിക്കും. അറ്റാക്ക് വരുന്ന സമയത്ത് മാത്രമാണ് ECGയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുക. ഇതാണ് ഒന്നാമത്തെ തെറ്റിദ്ധാരണ. രണ്ടാമത്തെ തെറ്റിദ്ധാരണ, ECG നോർമലാണെങ്കിൽ എന്റെ ഹൃദയം നോർമലായി എന്നാണ് ഭൂരിപക്ഷം ആളുകളും വിചാരിക്കുന്നത്. അങ്ങനെയല്ല. ഹാർട്ടിലെ ബ്ലോക്കുകൾ ECGയിൽ മനസ്സിലാവില്ല, വാൽവുകളുടെ കാര്യം ECGയിൽ മനസ്സിലാവില്ല, ഹാർട്ടിന്റെ പമ്പിങ് ECGയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കില്ല, ഹാർട്ടിന്റെ മസിലിന്റെ ശക്തി മനസ്സിലാക്കാൻ സാധിക്കില്ല, ഹാർട്ട് അറ്റാക്കിന് ഭാവിയിലുള്ള സാധ്യത അതും ECG മനസ്സിലാക്കി തരില്ല. ECG നോർമൽ ആണെങ്കിൽ ഹാർട്ട് നോർമൽ ആണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. മൂന്നാമത്തെ തെറ്റിദ്ധാരണ, ECG ഹാർട്ടുമായി ബന്ധപ്പെട്ടത് മാത്രമാണ് എന്നുള്ളതാണ്. അങ്ങനെയല്ല. മറ്റ് പല അസുഖങ്ങളും ഹാർട്ടിൻ്റെതല്ലാത്തത് ECGയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് തൈറോയ്ഡ് പ്രശ്നങ്ങൾ ECGയിൽ മനസ്സിലാവും. പൊട്ടാഷ്യം കൂടിയാലും കുറഞ്ഞാലും ECGയിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ശ്വാസകോശ സംബന്ധമായ ചില അസുഖങ്ങൾ, മരുന്നുകളുടെ സൈഡ് എഫക്റ്റ്, ഇതെല്ലാം പലപ്പോഴും ECGയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നാലാമത്തത്, ECGയിൽ മാറ്റങ്ങളും കേടുണ്ടെങ്കിൽ അതിനർത്ഥം ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു, ഹൃദ്രോഗം സംഭവിച്ചു എന്നുള്ളതാണ്. ഒരിക്കലുമില്ല. ഹാർട്ടിന് യാതൊരു അസുഖമില്ലാത്ത വ്യക്തികൾക്കും ECGയിൽ പലപ്പോഴും മാറ്റങ്ങൾ കണ്ടേക്കാം. എത്രത്തോളം എന്ന് വെച്ചാൽ ഹാർട്ട് കംപ്ലീറ്റ് ആയിട്ട് നോർമൽ ആയുള്ള ആളുകൾക്ക് അറ്റാക്കിൽ വരുന്ന അതേ മാറ്റങ്ങൾ പോലും ECGയിൽ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ECGയിൽ മാറ്റങ്ങൾ ഉണ്ടെന്ന് കണ്ട് പെട്ടെന്ന് ടെൻഷൻ അടിക്കരുത് എന്ന് ഞങ്ങൾ ഡോക്ടർമാർ പറയുന്നത്. ഇനി ECG കൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഉപയോഗം? ഒന്നാമത്തത്, ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ടും സാധാരണഗതിയിൽ ECGയിൽ കാണിക്കും. പ്രത്യേകിച്ച് സ്റ്റെമി എന്ന് പറയുന്ന ഹാർട്ട് അറ്റാക്ക്, ഹൃദയമിടിപ്പിലെ താളം തെറ്റലുകൾ, ഹൃദയത്തിന്റെ കറണ്ടിന്റെ കണ്ടക്ഷൻ അബ്നോർമാലിറ്റികൾ, ഹൃദയത്തിന്റെ അറകളുടെ വലുപ്പ ചെറുപ്പങ്ങൾ, ശരീരത്തിലെ ലവണങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, മരുന്നിന്റെ സൈഡ് എഫക്റ്റ്, ഇതെല്ലാം ECG ഉപയോഗിച്ച് കണ്ടെത്താവുന്ന പ്രശ്നങ്ങളാണ്.